പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഓർമ്മ വരുന്നത് 2021 തെരഞ്ഞെടുപ്പ് കാലമാണ്. സകലമാന സർവേകളും ദേശീയവും സാർവദേശീയവും പ്രാദേശികവുമായ മാധ്യമ സർവേകൾ ഒന്നാകെ UDF മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ച സർവേകളുടെ കാലമായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങൾ. എന്നിട്ട് എന്തായി? ആ സർവേ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് എന്തൊക്കെ ചർച്ചകളാണ് കേരളത്തിലെ UDF സംവിധാനത്തിനകത്ത് നടന്നത്? മുഖ്യമന്ത്രി ഇന്ന ആൾ, ആഭ്യന്തരമന്ത്രി ഇന്ന ആൾ, പോലീസ് IG ഇന്ന ആൾ, സ്റ്റേറ്റ് സെക്രട്ടറി എന്ന് വേണ്ട വില്ലേജ് ഓഫീസറെ സ്ഥലം മാറ്റുന്നത് വരെ ചർച്ച ചെയ്ത് തീരുമാനിച്ച മണ്ടന്മാരാണ് UDFന്റെ നേതാക്കൾ. റിസൾട്ട് വന്നപ്പോൾ എന്തായി? 90 സീറ്റ് ഉണ്ടായിരുന്ന 2016 90 സീറ്റിൽ ജയിച്ച LDF 99 സീറ്റിലേക്ക് വളർന്നു. അതല്ലേ സംഭവിച്ചത്? അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഏതോ കനകോലു പോലുള്ള ആളുകളുടെ വാക്കുകളുടെ ബലത്തിന്റെ മുൻപിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ ചെറിയൊരു മുൻതൂക്കത്തിന്റെ മുൻപിൽ ഇങ്ങനെ പരസ്പരം വെട്ടിമരിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഇപ്പോ ഇന്ന് K. സുധാകരന് ശേഷം PJ കുര്യൻ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ആദ്യകാല സിംഹം പ്രവചിച്ചു എന്ത്? April 9 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് UDF വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരികയും രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന മഹാൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്യും. രമേശ് ചെന്നിത്തല ഉൾപ്പുളകം കൊണ്ട് കുളിരുകോരി ആകെ വിവശനായി ഇരിക്കുന്ന വളരെ മനോഹരമായ കാഴ്ച. VD സതീശനാണെങ്കിലോ നിലവിലുള്ള ഭ്രാന്ത് മൂത്ത് കണ്ണൊക്കെ ഉണ്ടക്കണ്ണായി ആകെ പിണറായി വിജയന് 4 തെറി പറഞ്ഞാൽ വീണ്ടും വോട്ട് കിട്ടുമോ എന്നുള്ള പരിഭ്രാന്തിയിൽ മുങ്ങി. ഓരോ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിണറായി വിജയനെ തെറി പറയുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള ഇതുപോലെ തിരുമണ്ടനായ ഒരു പ്രതിപക്ഷ നേതാവ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. കൂടുതലൊന്നും പറയുന്നില്ല. April 9 തെരഞ്ഞെടുപ്പ് നടക്കുന്നു. May 4 വോട്ടെണ്ണുന്നു. അതുവരെ ഇവരെല്ലാവരും മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായി ഒക്കെ വിരാജിച്ചോട്ടെ. അത് അവരുടെ അവകാശമാണ്. ഓക്കെ, നന്ദി, നമസ്കാരം.